ഹലോ, ഞാൻ നിങ്ങളുടെ അയന അമ്മു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഇന്നപ്പോൾ നമുക്കൊരു അടിപൊളി കഥ കേട്ടാലോ. എന്ത് കഥയാണെന്നല്ലേ, നമുക്ക് നമ്മുടെ ലീല ടീച്ചറിൻ്റെ കഥയുടെ ബാക്കി എന്താണെന്നറിയണ്ടേ? അത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ആ കഥയുടെ ബാക്കി അങ്ങ് കേൾക്കാം. എവിടെ അവസാനിച്ചതെന്ന് ഓർമ്മയില്ലാത്തവർ ജസ്റ്റ് ഒന്ന് പാർട്ട് 1 പോയി കണ്ടിട്ട് വന്ന് കേട്ടിട്ട് കേട്ടോ. അത് നമുക്ക് കുറച്ചും കൂടി രസിക്കാൻ പറ്റും. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. അച്ഛൻ എൻ്റെ അടുത്തിരുന്ന് രമ്യ പറയും പോലെ എൻ്റെ ശരീരം ശരിക്കും മുഴിഞ്ഞു. ആദ്യം എൻ്റെ കാൽപാദം, മുട്ടുകൾ, അങ്ങനെ സംഗമസ്ഥാനത്ത് വരെ. പിന്നെ എന്നോട് രമ്യ തിരിഞ്ഞു കിടക്കാൻ പറഞ്ഞു. ഞാൻ തിരിഞ്ഞു കിടന്നു. എൻ്റെ പുറം ഭാഗത്തെ അതിൻ്റെയൊക്കെ ഇത് മാറ്റി അച്ഛൻ അവിടെ നല്ലതുപോലെ ഒഴിഞ്ഞു. അച്ഛനും പറഞ്ഞില്ല അത് വേണ്ടാന്ന്, ഞാനും പറഞ്ഞില്ല. എൻ്റെ ശരീരം മുഴുവനും വിറയ്ക്കാൻ തുടങ്ങി. അച്ഛനും ചെറുതായിട്ടത് കൊടുത്ത്, ചെറുതായിട്ടല്ല, ജ്യൂസിൽ അവൾ മറ്റേത് കലത്തി കൊടുത്തിട്ടില്ലേ. അപ്പോൾ ആ തീ ഇങ്ങനെ കത്തി നിൽക്കുകയല്ലേ. ഇട്ടിരിക്കുന്ന തോർത്തിലൂടെ ശരിക്കും അതിങ്ങനെ സ്റ്റാൻഡ് പിടിച്ച് നിൽക്കുന്നത് എനിക്കാണേ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്നെ മലർത്തി കിടത്തി രമ്യ എൻ്റെ വയറിൻ്റെ ഭാഗവും അവിടെ മുകളിലത്തെ ഭാഗമൊക്കെ അച്ഛനോട് ഒഴിയാൻ പറഞ്ഞു. രമ്യ പറഞ്ഞു, മതി അങ്ങളെ, ഇനി അവൾ കുളിച്ചിട്ട് വരട്ടെ, അങ്ങള് പോയി കൈ കഴുകിക്കോ. ഇനിയും എൻ്റെ ഇടയ്ക്ക് കൈവെക്കാൻ അച്ഛൻ കൊതിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛൻ മനസ്സുകൊണ്ട് നല്ലവണ്ണം കൺട്രോൾ ചെയ്തു. എൻ്റെ മുകളിലത്തതും താഴത്തതും കൂടെ ഒന്ന് ഒഴിഞ്ഞു താ എന്ന് പറയാൻ എനിക്കും തോന്നി. ഞാനങ്ങനെ കുളിക്കാൻ കയറി. അവിടെ വെച്ച് എണ്ണമയമായ എൻ്റെ അതൊക്കെ ഒന്ന് മാറ്റി അവിടേക്ക് ഞാൻ എൻ്റെ ഇത് എങ്ങനെ ഇതാക്കി. ഇതുപോലൊരു സ്വയം ഒരിത് ഞാൻ മുൻപ് ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് സുഖമായിരുന്നു. അവസാനം പൈപ്പിൽ വെള്ളം പോകുന്ന പോലെ ഒക്കെ അങ്ങ് ഒഴുകിപ്പോയി. ക്ഷീണം കൊണ്ട് ഞാൻ ശ്വാസം ദീർഘമായി എടുത്തു വിട്ടു. അച്ഛൻ്റെ സ്ഥിതിയും മറ്റൊന്നായിരുന്നുമില്ല. ആൾക്കും അതിങ്ങനെ ഇളകി നിൽക്കല്ലായിരുന്നോ, അതെല്ലാം കണ്ടില്ലേ. എന്നാ അവൾ പിന്നെ ജ്യൂസിൽ ആ ഗുളിക കലർത്തിയെന്ന് അച്ഛനറിയുന്നില്ലല്ലോ. എൻ്റെ മോളോട് ഇത്രയും ഇത് തോന്നിയെന്ന് അച്ഛന് വിഷമമില്ല. ഇപ്പോൾ അതിലൊക്കെ ഒന്ന് ഒഴിയാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമത്തിലായിരിക്കും ആള്. അങ്ങനെ ഓരോന്ന് സങ്കല്പിച്ച് ഞാനിങ്ങനെ ഒക്കെ ചെയ്ത്, അതായത് സ്വയം ചെയ്ത്, അതിനുശേഷം അച്ഛൻ്റെ റൂമിൽ കട്ടിൽ തളർന്നു വീണ് മനസ്സിൽ രമ്യയ്ക്ക് നന്ദി പറഞ്ഞു. അവൾ കാരണമാണ് എൻ്റെ മോളുടെ ഇതൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞെന്ന് അച്ഛനിങ്ങനെ പറയുണ്ടായി. എന്നാലും എൻ്റെ മോള് വല്ലാണ്ടങ്ങ് വളർന്ന് വലുതായി. അവളെ ഈ രീതിക്ക് ഈ കണ്ടുകൊണ്ട് ആദ്യം കണ്ട ത്രില്ലിൽ അച്ഛൻ അങ്ങനെ ഓരോന്നാലോചിച്ച് ഉറങ്ങിപ്പോയി. ഞാൻ ബാത്റൂമിൽ സ്വയം ചെയ്തുകൊണ്ടിരിക്കല്ലായിരുന്നോ. അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് തിരിച്ചിറങ്ങി. അപ്പോൾ ദേ മുറിയുടെ വാതിൽ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ട് രമ്യ ചിരിച്ചു കൊണ്ട് ബാത്റൂമിൻ്റെ ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്നു. എന്നിട്ട് രമ്യ ചോദിച്ചു, എങ്ങനെയുണ്ട് എന്ന് മറ്റു പേരും വിളിച്ച് നിൻ്റെ അച്ഛൻ്റെ കൈകൾ കൊണ്ട് ചോദിച്ചാൽ, നീ ഇതുപോലെ സഹരിച്ചാൽ നിൻ്റെ അച്ഛൻ മാത്രമല്ല നാട്ടുകാർ മുഴുവനും നിന്നെ സ്വർഗം കാണിക്കും. പിന്നെ കിടക്കുമ്പോൾ ഒന്നും ഇടാതെ കിടന്നാൽ മതി. പിന്നെ ഇന്നത്തെ ദിവസം എല്ലാം പറഞ്ഞ പോലെ അനുസരിച്ചതിന് നിനക്ക് സമ്മാനമുണ്ട് എന്നും പറഞ്ഞ് പാക്കറ്റ് അവൾ തന്നു. ഞാൻ നോക്കുമ്പോൾ എന്താ ഒരു മറ്റേതില്ലേ, വൈബ്രേറ്റർ, അത് തന്നെ ഒന്നിടാണ്ട് താഴെ അതും വെച്ചിട്ട് കിടക്കാനാ അവൾ പറയുന്നത്. ഞാൻ സത്യത്തിൽ അത് സന്തോഷത്തോടെ തന്നെ വാങ്ങി. കാരണം എൻ്റെ ഇതിൽ നല്ല കടിയുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അത് നിർത്തണ്ടേ. അവൾ പറഞ്ഞ് ആ ഒരു സാധനം ഞാൻ ആടെ വെച്ചിട്ട് ഒന്നുമില്ലാണ്ട് തന്നെ കിടന്നു. ക്ഷീണം കൊണ്ട് ഞാൻ വേഗം തന്നെ ഉറങ്ങിപ്പോയി. ഉറക്കത്തിലൊക്കെ അതാണെങ്കിൽ ഇങ്ങനെ ജേക്കൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊക്കെ നല്ല വെള്ളം പോലെ പോകുന്നുണ്ട്. രാവിലെ എണ്ണിക്കുമ്പോൾ എന്താ ബെഡി മുഴുവനും നനവ്.
മറ്റേതാണെങ്കിൽ താഴെ ബെഡിൽ വീണ് കിടപ്പുണ്ട്. ഉറക്കത്തിൽ എപ്പോഴോ അത് അവിടെ നിന്നങ്ങ് വീണ് പോയതാണ്. രമ്യ എണ്ണീറ്റ് ടീച്ചറെ, വേഗം കുളിക്ക്, എന്നിട്ട് ഈ ഡ്രസ്സിട്ട് പുറത്ത് വാ, ചായയും കടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ബാത്റൂമിൽ കയറി കുളിച്ചു. അവൾ തന്ന ഡ്രസ്സിട്ട് റൂമിൽ നിന്ന് പുറത്തോട്ട് വന്നു. ഇന്ന് എന്ത് ഡ്രസ്സായിരിക്കും? രമ്യ അടുക്കളയിലുണ്ട്. അച്ഛൻ പുറത്ത് മുറ്റത്ത് നിന്നും അകത്തേക്ക് വന്നു. അപ്പോൾ ഇന്നലെയുള്ള കാര്യങ്ങൾ വെച്ച് അച്ഛൻ തല താഴ്ത്തിയാണ് വന്നത്. ഇന്നലെ സംഭവിച്ചതിൽ അച്ഛന് ശരിക്കും കുറ്റബോധം അല്ല ഉണ്ടായത്. എൻ്റെ മോളെ ഇനിയും അങ്ങനെ ഒഴിയാൻ കിട്ടുമെന്ന് വിചാരിച്ചത്. അതെ, അച്ഛനും പുരുഷനാണല്ലോ, രക്തവും മജ്ജയും ശുക്ലൊക്കെ ഉള്ളൊരു പുരുഷൻ. ഞാനിപ്പോൾ അച്ഛന് മുന്നിൽ പെണ്ണ് മാത്രമായി മാറി. അച്ഛൻ എപ്പോഴും വിചാരിച്ചത് ഇന്നലത്തെ എൻ്റെ ആ മാംസലമായ ദേഹത്തെ കൈവച്ചത് കൊണ്ടാണ്. എന്നാൽ ഗുളിയെക്കുറിച്ച് അച്ഛനറിയില്ലല്ലോ. തല താഴ്ത്തി വന്ന അച്ഛൻ എൻ്റെ ഡ്രസ്സ് കണ്ട് തല ഉയർത്തി. ഡാക്കിനെ കണ്ടപാടെ എൻ്റെ ആ ഒരു ഡ്രസ്സിൽ എൻ്റെ അതൊക്കെ കണ്ടപാടെ അച്ഛനിൽ വീണ്ടും ഓരോന്നുണർന്നു. ഇനി ഒരിക്കലും അച്ഛന് പഴയ അച്ഛനാവാൻ കഴിയില്ല. മകളുടെ മേലെ കൈവച്ച് ആ ഒരു സുഖം തേടുന്ന അച്ഛനാവാനേ ആൾക്കിനി കഴിയുള്ളൂ. ഞാനിട്ടിരിക്കുന്നതാണേ ഒരു ഇന്ന ബനിയൻ, പിന്നെ ഒരു ട്രൗസറിൻ്റെ ഒരു ഇന്ന ബനിയൻ. അതാണ് കുറച്ച് ഭാഗം വരെ ഉള്ളതാണ്. അത് വളരെ സുതാര്യമാണ്. നല്ലപോലെ അച്ഛന് കാണാൻ നിഴൽ പോലെ ഇങ്ങനെ വളരെ ലൂസായിട്ടുള്ളത്. അച്ഛൻ എന്നെ ഇങ്ങനെ ഒരു പരവേശത്തോടെ നോക്കി. അപ്പോൾ രമ്യ അടുക്കളയിൽ നിന്നും ഫുഡുമായി വന്നു. എന്നിട്ട് ആ ഫുഡൊക്കെ ടേബിളുമേ വെച്ചു. വാസു, ഇതെന്താ മോളെ ഈ വേഷത്തിൽ? എന്നോടാണ് അച്ഛൻ ചോദിച്ചതെങ്കിലും മറുപടി പറഞ്ഞത് രമ്യ. അത് ഇന്നലെ വൈദ്യർ പറഞ്ഞിരുന്നു, നൈറ്റ് ഡ്രസ്സൊക്കെ ഒഴിവാക്കി കുറച്ച് കാറ്റും വെളിച്ചവും കയറുന്ന ഡ്രസ്സൊക്കെ ഇടണമെന്ന്. അതുകൊണ്ടിട്ടത്. അങ്കിള് വേണ്ടെന്ന് പറഞ്ഞാൽ ആൾ പഴയ പോലെ ധാവണിയും പാവാടയും ഇട്ടോട്ടെ. ആൾ പക്ഷേ രക്തോട്ടം കുറഞ്ഞ് ചിലപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ തലയിറങ്ങി വീഴും. അപ്പോഴേ അച്ഛൻ ആണോ, എന്നാൽ ശരി. പിന്നെ അച്ഛനും ഇപ്പോൾ എൻ്റെ അടക്കം കാണാൻ നല്ല കൊതിയാണല്ലോ. എന്നെ ആ രീതിക്കുള്ള കണ്ണുകളുണ്ട് തന്നെയാണ് ഒഴിഞ്ഞു നോക്കുന്നത്. എനിക്കും അത് നല്ലവണ്ണം കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ ആ ഇഷ്ടമായ കൈകൾ ഓരോന്നിങ്ങനെ ഇതാക്കിയപ്പോൾ വെള്ളകം കൊള്ളിച്ചപ്പോൾ എനിക്കിനിയും എൻ്റെ അച്ഛൻ്റെ കൈകൾ എന്നിലേക്ക് വീഴാൻ നല്ല ആഗ്രഹമുണ്ടായി. അപ്പോൾ രമ്യ മനസ്സിൽ വിചാരിച്ചു, അപ്പോൾ വീട്ടിൽ തുടയും വടയും ചാലൊക്കെ കാണിച്ചിരുന്നാലും ഈക്ക് കുഴപ്പമില്ല. ഇയാളും ഇവിടെ നോട്ടിട്ട് തുടങ്ങി. എൻ്റെ ജോലി എളുപ്പമായി. വാസേ, ഇവളൊന്നുമില്ലാതെ പുറത്ത് പോകാൻ വഴി കാണിക്കാൻ നീ രാത്രി ടോർച്ചടിച്ച് കിടക്കും, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യിപ്പിക്കും. രമ്യ മനസ്സിൽ ചിരിച്ചു. സത്യമായിരുന്നു. അച്ഛനെല്ലാം കണ്ട് ഇങ്ങനെ ആക്കാൻ തുടങ്ങിയിരുന്നു. ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അച്ഛൻ മില്ലിൽ ജോലിക്ക് പോയി. ഞാനും അവളും മാത്രമേ വീട്ടിൽ. ആളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ തല്ലും എന്ന് പേടിച്ച് ഞാൻ ഒന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ അച്ഛൻ കൂപ്പിലേക്ക് മരമില്ലിൽ പണിക്ക് പോയി. ഞാനും അവൾ തനിച്ചായി. രമ്യ, അന്ന് കടയിൽ പോയി പഞ്ചാര വാങ്ങി വാ. ഈ വേഷത്തിലോ? ഒരട്ടി കിട്ടി മുഖത്ത്. ചോദ്യങ്ങൾ പാടില്ല. ഇനിയും 6 ദിവസം കൂടി സഹിച്ചാൽ മതിയല്ലോ. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. പഞ്ചാര വാങ്ങാൻ വീടിനടുത്തുള്ള കടയിലേക്ക് നടന്നു. എൻ്റെ വേഷം കണ്ട് നാട്ടുകാർ മുഴുവനും അന്തളിച്ചു. ആണുങ്ങൾ മുഴുവനും ഇത്രയും കാലം നോക്കി വിധം മാറി അവരുടെ കൈകൾ താഴേക്കായിപ്പോയി. അപ്പോൾ ഒരു പോലീസുകാരൻ എൻ്റെ അടുത്ത് വന്ന്, മോളുടെ വീടെവിടെയാ? ഞാൻ എൻ്റെ വീട് അയാൾക്ക് ചൂണ്ടിക്കാണിച്ചെടുത്തു. മാർക്കറ്റിൽ നിന്നും ചൂണ്ടിക്കാണിച്ചെടുക്കുന്ന ദൂരം മാത്രമേ എൻ്റെ വീട്ടിലേക്കുള്ളൂ. അപ്പോൾ പോലീസിനെ ചോദിച്ചു, അതാണല്ലേ, എനിക്ക് ഞാൻ വരും കേട്ടോ എന്ന് രഹസ്യം പറഞ്ഞു. അയാൾ എന്തിനാ എന്നോടങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണുമല്ലേ. പിന്നെ പഞ്ചാരയൊക്കെ വാങ്ങി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ആണുങ്ങൾ എൻ്റെ എല്ലാം നോക്കി. അതൊക്കെ എന്നെ പൂത്തെളിഞ്ഞു തുടങ്ങിയ സത്യത്തിൽ എന്നെ ഞാൻ രസിക്കാൻ തുടങ്ങി. ഇപ്പം മുതൽ. അപ്പോൾ രമ്യ
ഡി ഇന്ന് നീ ഇന്നലെ ഇട്ടതുപോലുള്ള ഡ്രസ്സ് ഇട്ടോ കോളേജിൽ പോകുമ്പോൾ. നിനക്ക് കോളേജിനുള്ള ഡ്രസ്സ് അവന്മാരെ അവിടെ വെച്ച് തരും. ഇവളിത്തരുന്നത് കൂടാതെ വേറെ ഡ്രസ്സ് ഞാൻ കോളേജിൽ വെച്ചിടണം പോലും. അതും അവന്മാർ തരുന്നത് അതിട്ട് വേണം പോലും ഞാൻ ക്ലാസ്സിൽ അവന്മാരെ പഠിപ്പിക്കേണ്ടത്. ഞാനങ്ങനെ സാരിയും ബ്ലൗസൊക്കെ ഇട്ടു. ബ്ലൗസ് ഇന്നലെ ഇട്ട് ബ്ലൗസിനേക്കാളും കഷ്ടമാണ്. അത് വേണേ ഉള്ളിയിടുന്നത് പോലും പറയാൻ പറ്റാത്തത്. ഇതിട്ടാ അത് നടു മുതൽ മുഴുവനും നഗ്ന. മറ്റൊന്നും ഇടാൻ എനിക്ക് ഇപ്പം അനുവാദമില്ലല്ലോ. ഇനിയുള്ള 6 നാളുകൾ കൂടി, അത് കഴിഞ്ഞാൽ എനിക്കെൻ്റെ പഴയ ജീവിതം. ഞാനെങ്ങനെ ഡ്രസ്സ് ധരിച്ചു പുറത്തോട്ടിറങ്ങി കോളേജിൽ പോകാൻ. അവളുടെ കൂടെ ആ ഡ്രസ്സിൽ ശരിക്കും അതൊക്കെ നല്ല വണ്ണം കാണാട്ടോ. ഒരു വഴിക്ക് അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരവസ്ഥയായിരുന്നു. എൻ്റേതുപോലും എൻ്റെ കൂടെ ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കഴിയുന്ന രീതിയിൽ നല്ലവണ്ണം മറച്ചു. രമ്യ കുറേ ചീത്തയും പറഞ്ഞ് അങ്ങനെ മറയ്ക്കാനാണെങ്കിലും എന്തിനായിരുന്നു നിനക്ക് ഞാൻ വാങ്ങി തന്നെ, ഒരു കയറ് പോലെ ഇട്ടാൽ മതി. ഞാൻ അവൾ പറയുന്ന പോലെ സാരിയൊക്കെ എടുത്ത് ഒക്കെ കാണിച്ച് അങ്ങനെ നിന്നു. ബസ്സിൽ കയറുന്നവരെ പിന്നെ അറിയാമല്ലോ നിനക്ക് പൈസ എടുക്കേണ്ട വിധം എന്നും പറഞ്ഞ് 50 നോട്ട് എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അവൾ തിരുക്കി വെച്ചു. എനിക്കാണേ അവൾ വെച്ചപ്പോൾ തന്നെ ഓരോന്നിങ്ങനെ ആയി തുടങ്ങി. ഞാനും ആ രീതിയിലോട്ട് ചെറുതായിട്ട് നല്ല വല്ലാണ്ടായി പോവാം. ഞാൻ പറഞ്ഞില്ലേ നീ ഇപ്പോൾ നല്ലതാണെന്ന്, അതായത് കഴപ്പ്. ഞാനും അവളും ബസ്സിൽ കയറി ടൗണിലേക്ക് പോയി. കണ്ടക്ടറിനെ നോക്കി ഇന്നലെയുള്ള ഓർമ്മയിൽ ഒരു വഷളൻ ചിരിച്ചു. അത് മൊത്തം ഇങ്ങനെ ചിരക്കാൻ തുടങ്ങി. എനിക്കാണേ എന്താ സംഭവിക്കുന്നത്. അയാൾ എൻ്റെ അടുത്ത് വന്ന് ക്യാഷ് ചോദിച്ചു. കൈ കൊണ്ട് ഞാൻ അവൾ പറഞ്ഞ പോലെ തന്നെ സാരി മാറ്റി അവിടെ നിന്ന് പൈസ എടുക്കാൻ നേരം അയാളെ കൈ പിടിച്ച് ഒരു കടലാസ് കഷ്ണം അയാളുടെ കൈ കൊണ്ട് എൻ്റെ അവിടേക്ക് തിരികെ തന്നു. അപ്പോൾ ദേ ഇത് അയാളുടെ കൈ തട്ടു. ഓ, എൻ്റെ ഉൾമനസ്സൊന്ന് ആർത്തു. കണ്ടക്ടർ പറഞ്ഞു എൻ്റെ നമ്പറാണ് ആ കടലാസിൽ. രമ്യ അത് കണ്ടു. എന്നെ നോക്കിയെന്ന് ചിരിച്ചു. ഞാൻ മനസ്സിൽ കരുതി ഇനിയൊരു 6 ദിവസം കൂടിയുള്ളൂ, അത് കഴിഞ്ഞാൽ ഇവനോടൊക്കെ 2 നല്ല ചീത്ത പറയണം. എന്നാലും ശരീരം അത് ആ സ്പർശം ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സ് മാത്രം നേരെയുള്ളൂ, ശരീരം വരെ കൈവിട്ടു പോയി. ഇങ്ങനെ പോയാൽ മനസ്സും കൈവിട്ട് പോകുമോ? ഇതൊക്കെ കയ്യിലെടുക്കാനും വായിലൊക്കെ എടുക്കാനും അതൊക്കെ ഏറ്റുവാങ്ങാനും ശരീരം ആഗ്രഹിക്കുന്ന പോലെ മനസ്സും ആഗ്രഹിക്കാൻ തുടങ്ങി. എന്നാലും എൻ്റെ മനസ്സിലിടയ്ക്കൊരു ബോധം വരും, ഞാനൊരു ടീച്ചറാണ്, അതും ലീല ടീച്ചർ. കോളേജിൻ്റെ അടുത്തെത്തിയപ്പോൾ അവളൊന്നും മിണ്ടാതെ അവളുടെ മെഡിക്കൽ ഷോപ്പിൽ കയറി. ഞാൻ കോളേജിലെത്തി. ഭാഗ്യം സുമേഷിനെയും മുജീബിനെയും കാണാനില്ല. ഞാൻ നേരെ സ്റ്റാഫ് റൂമിൽ പോയി ഒപ്പിടാൻ രജിസ്റ്റർ നോക്കി. അപ്പോഴാണ് ഇന്നലെ മുതൽ രജിസ്റ്റർ പ്രിൻസിപ്പൽ ഓഫീസിലാണ് ഉണ്ടാവുക എന്ന് ഓർമ്മ വന്നേ. ഞാൻ നേരെ പ്രിൻസിപ്പൽ ഓഫീസിൽ ചെന്നു. ആളെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാളുടെ ഓഫീസിനുള്ളിൽ ബാത്റൂമിൽ വെള്ളത്തിൻ്റെ ഒച്ച കേൾക്കാം. ആ വായി നോക്കിയില്ല, രക്ഷപ്പെട്ടു. ഞാനൊരു ചിരിച്ച് രജിസ്റ്റർ എടുത്ത് ഒപ്പിട്ട് ചിരിച്ചിറങ്ങി. ഞാൻ പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്ന് പുറത്ത് കിടന്നപ്പോൾ അവിടെ അവന്മാർ കയ്യിലൊരു കവറുമായി ആരും കേൾക്കാതെ ആ കോളേജിൻ്റെ വരാന്തയിൽ നിന്ന് പറഞ്ഞു. സുമേഷ് പറയുക, വേറൊരു പേരുമില്ലേ, അത് വിളിച്ചിട്ട് ടീച്ചറെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വേണം ക്ലാസ്സിൽ കയറാൻ. ക്ലാസ്സിൻ്റെ അകത്ത് നിന്ന് നിൻ്റെ സാരി തലപ്പ് ഇന്നലെ മാറ്റിയും അതിന് പോരാ. ഇതൊക്കെ ഇട്ട് അത് നീ ആ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ വരണം, അത് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിൽ, എന്നിട്ട് ഈ വരാന്തയിൽ കൂടി നടന്ന് ക്ലാസ്സിൽ വരണം, കേട്ടോ. മുജീബ്, പിന്നെ ഇതാ ഈ ഗുളിക കഴിക്കാൻ രമ്യ പറഞ്ഞു നിന്നോട്. ഞാൻ ആ ഗുളികയും ഡ്രസ്സും വാങ്ങി തിരിച്ച് നടക്കാൻ നേരം മുജീബ്, എങ്ങോട്ടാ പോണേ? ആദ്യം ഈ ഗുളിക ഞങ്ങളുടെ മുന്നിൽ നിന്ന് കഴിക്ക്, എന്നിട്ട് പോയാൽ മതി. ഞാൻ ആ ഗുളിക അപ്പം തന്നെ കഴിച്ചു. എൻ്റെ മറുപടി അവർക്ക് വേണ്ട പറയുന്നതനുസരിച്ച് നിൽക്കുക, അതാണല്ലോ ഞാൻ ചെയ്യേണ്ടത്. വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് ഒരു വഴിയില്ല. ഇനിയുള്ള 6 ദിവസം കൂടി കേട്ടല്ലേ പറ്റൂ. അവൾ
അവന്മാരുടെ വിചാരം അതൊക്കെ ഇട്ട് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് എന്നാൽ എൻ്റെ ജോലി പോകുന്ന. പക്ഷേ പ്രിൻസിപ്പൾ പറഞ്ഞത് തന്നെയാണ് ഇവരും പറയുന്നതെന്ന് ഈ മണ്ടന്മാർക്ക് അറിയില്ലല്ലോ. സ്റ്റാഫ് റൂം അവരോട് എന്താ പറയുക, പ്രിൻസിപ്പലിനോട് സഹായം ചോദിക്കാം. ഞാൻ കവറുമായി ടോയ്ലറ്റിൽ കയറി ഡ്രസ്സൊക്കെ ഇട്ടോ. ഓ, സത്യത്തിൽ ഇങ്ങനൊരു ഡ്രസ്സ് ഇട്ടാൽ അപ്പോൾ വീട്ടിൽ നിന്നല്ല, എൻ്റെ മുറി വിട്ട് പുറത്തിറങ്ങില്ല. എന്തിനധികം ഇങ്ങനൊരു ഡ്രസ്സ് ഇടുന്നത് സങ്കല്പിക്കാൻ കൂടിയില്ല. 2 ദിവസം മുമ്പ് വരെ ഒന്നിനും പറ്റുകയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ദേ ഇതിട്ടപ്പോൾ എൻ്റെ ആ സകലൊന്ന് വിറച്ചു തുടങ്ങി. എന്തോ ഒരു സുഖം. ഞാനങ്ങനെ അതൊക്കെ ഇട്ട് പ്രിൻസിപ്പൽ ഓഫീസിൽ കയറി. നല്ല ഡ്രസ്സാട്ടോ. അങ്ങോട്ട് കയറുന്നത് അവർ 2 പേരും അവിടെ ഇങ്ങനെ തട്ടവി തലോടിക്കൊണ്ട് നോക്കി നിന്നു. എന്നെ കണ്ട പ്രിൻസിപ്പൽ സന്തോഷം കൊണ്ട് കസേരയിൽ നിന്ന് ചാടി എണീറ്റ് പൊട്ടിച്ചിരിച്ചു. ആ, ടീച്ചർ ഇത്രയും മോഡേൺ ആണോ? ഞാൻ കരുതിയില്ല ഇത്രയൊക്കെ കാണിച്ച കുട്ടികൾ ഈ വർഷം മുഴുവനും ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഞാൻ പറഞ്ഞു സഭ എന്നത് കൊണ്ടാണ് ഇങ്ങനെ. പക്ഷേ മറ്റുള്ളവരെന്താ കരുതുന്നത് എനിക്ക് സ്റ്റാഫ് റൂമിൽ പോകാൻ പേടിയാവുന്നുണ്ട്. ഓ, എന്തിനാ പേടിക്കുന്നേ, ഞാൻ വരാം ടീച്ചറിൻ്റെ കൂടെ. ആരാ എന്താ പറയണമെന്ന് അറിയണമല്ലോ. അങ്ങനെ എന്നും പറഞ്ഞ് പ്രിൻസിപ്പൽ എൻ്റെ തോളിലും കൈവച്ച്, ഞാനാണ് ആലിലെ പോലെ വിറച്ചു. ആളെൻ്റെ തോളിൽ കൈവച്ച് ആ സമയം തന്നെയാണ് മുജീബ് തന്നെ ആ കഴിച്ച മെഡിസിൻ എന്നിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. തമിഴ് പടത്തിലെ മറ്റേ ഐരൻ ഡാൻസ് കളിക്കുന്ന ഡ്രസ്സില്ലേ, അതുപോലെ ഉണ്ട്. ഞാനാണ് ഈ പ്രാന്ത പ്രിൻസിപ്പളുടെ കൂടെ സ്റ്റാഫ് റൂമിൽ പോകണം. പിന്നെ അവിടെ നിന്ന് വരാന്ത വഴി ക്ലാസ് റൂമിൽ പോകണം. പിന്നെ അവിടെ ആൺകുട്ടികളുടെ മുന്നിൽ ഈ ഡ്രസ്സ് ഇട്ട് ക്ലാസ് എടുക്കണം. എനിക്കിപ്പോൾ പേടി എന്നെ തന്നെയാണ്. എന്നിലെ ആ പ്രാന്ത് ഉണർന്നു പോയി വല്ലാണ്ട്. ആ മെഡിസിൻ കാരണം ഇനി എൻ്റെ മനസ്സ് പറഞ്ഞ് എൻ്റെ ശരീരം കേൾക്കാത്ത അവസ്ഥയിലായി. അപ്പോഴേ പ്രിൻസിപ്പൾ എൻ്റെ തോളിലൊക്കെ ഇങ്ങനെ കൈവച്ചപ്പോൾ എന്നിൽ നിന്ന് എന്തൊക്കെയോ ശിൽക്കാര ശബ്ദങ്ങൾ പുറത്തു വന്ന് തുടങ്ങി. അവിടെ നിന്ന് ഇങ്ങനെ തേൻ തുള്ളികൾ പൊടിയാൻ തുടങ്ങി. വിറച്ചു തുടങ്ങി. ആ കണ്ണീരൊക്കെ ഇച്ചിരി ഇച്ചിരിയായി ആടുന്നൊക്കെ തുള്ളി തുള്ളിയായി ചോര കനിയുന്ന പോലെ ഉണ്ട്. എനിക്കാണേ കയ്യിൽ നിന്ന് പോകുന്ന പോലെ തോന്നി. ടോട്ടലി ഉണർന്നു എന്ന് തന്നെ പറയാം. എല്ലാം ഇങ്ങനെ പൂത്തെറിഞ്ഞ് നിൽക്കുന്നു. കോളേജിലാണേ ആകെ വിദ്യാർത്ഥികളും സ്റ്റാഫുകളായി 350 പേരൊക്കെ വരും. ഇതിൽ പെണ്ണായിട്ട് ഞാൻ മാത്രമാണ് ഉള്ളത്. ഒരിക്കലും ബാക്കിയെല്ലാം ആണുങ്ങൾ. ആ ആണുങ്ങൾക്കിടയിലാണ് ഇങ്ങനെ പൂത്തിരഞ്ഞ് ഞാൻ നിൽക്കുന്നത്. പ്രിൻസിപ്പളാണെങ്കിൽ വയസ്സനായാലും എന്നോട് നല്ല സംസാരമൊക്കെയാണ്. അതായത് മറ്റു രീതിക്ക് അതൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുള്ളതാണ്. സ്റ്റാഫുകൾക്കും അങ്ങനെയൊക്കെ തന്നെ. അന്ന് മുതൽ നോട്ടുണ്ട് വിദ്യാർത്ഥികളുടെ കയ്യിലിരിപ്പ് അറിയാമല്ലോ. ബസ്സിൽ കയറിയാൽ ഇത് വെക്കാനോ അവന്മാർക്ക് ഇറങ്ങില്ല. അതാണ് അവർക്ക് പരിചയമുള്ള പെണ്ണാണോന്ന് പോലും നോക്കില്ല. അക്കൂട്ട് സാധനങ്ങളെല്ലാണോ. ഇത്തരം വിദ്യാർത്ഥികളുടെയൊക്കെ ലീഡർമാരാ മുജീബും സുമേഷും. അവന്മാർക്കിനെ ശരിക്കും മറ്റേതെ കാണാനാണ് ഇങ്ങനെ തമിഴ് സിനിമയിലുള്ള ഈ ടൈപ്പ് ഡ്രസ്സൊക്കെ തന്നത്. പ്രിൻസിപ്പലിൻ്റെ നീ ബാ, നമുക്ക് സ്റ്റാഫ് റൂമിൽ ആരാ നിന്നോട് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടത്, അതിന് ദേഷ്യം പിടിപ്പിക്കുന്നതെന്നൊക്കെ ഞാനൊന്ന് കാണിക്കട്ടെ. പ്രിൻസിപ്പൾ അങ്ങനെ തോളിലും കൈയിട്ട് എന്നെ കൊണ്ട് സ്റ്റാഫ് റൂമിൽ പോയി. ആളെൻ്റെ തോളിൽ കൈയിട്ടപ്പോൾ എന്നിലിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പൂവ് തേനിരിച്ചു കൊണ്ടിരുന്നു. വണ്ട് എത്താറായില്ലല്ലോ. അങ്ങനെ നിങ്ങൾ സ്റ്റാഫ് റൂമിലെത്തി. എൻ്റെ വേഷം കണ്ട് മാഷുമാരും സ്റ്റാഫുകളും അക്ഷരാത്രത്തിൽ നെട്ടി. ചിലർ അവിടേക്കൊക്കെ കൈകൊണ്ട് പോകുന്നത് എൻ്റെ പൂവ് അത് കണ്ടതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാ ലീല ടീച്ചർ, യഥാർത്ഥ ലീല ടീച്ചർ. ഇവരിനി ഇങ്ങനെയാ കോളേജിൽ ക്ലാസ് എടുക്കാൻ വരിക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പം പറയുക, അവർക്ക് ഈ കോളേജിൽ നിന്ന് പിരിഞ്ഞു പോകാം. ഇല്ല ടീച്ചറെ, പ്രൊഫഷൻസ് പീരീഡ് കഴിഞ്ഞാൽ ഈ കോളേജിൽ ഞാൻ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സ്റ്റാഫ്സ് എല്ലാവരും
ഒരേ സ്വരമായിരുന്നു. ഞങ്ങൾക്കെന്ത് പ്രശ്നം, ടീച്ചർ ഇങ്ങനെ വരുന്നതാ ഞങ്ങൾക്ക് സന്തോഷം. അപ്പോൾ പ്രിൻസിപ്പൽ ചെയ്തത് ഞാൻ ഞെട്ടിപ്പോയി. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്തായിരുന്നു അറിയോ, ആളെന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ രണ്ടിതും ആളുടെ തൊട്ട് തട്ടിയില്ലോ. ഞാൻ ആകെ വല്ലാതായി. പിന്നെ ആ പിടുത്തൊക്കെ വിട്ട് തോളിലിട്ടിട്ട് എന്നോട് പറഞ്ഞു, ലീല ടീച്ചർക്ക് സന്തോഷമായില്ലേ? ഇവിടെയുള്ള ഒരാളും ഇനി ടീച്ചറോട് ഒന്നും പറയില്ല. ഇനി ടീച്ചർക്ക് എന്നെങ്ങനെ വരാം, എന്നും ഇങ്ങനെ വരാവൂ. ഇനി നിങ്ങളെല്ലാവരും ടീച്ചറോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ. ടീച്ചറെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഞാനത് വേണമെന്ന ഭാവത്തിൽ പ്രിൻസിപ്പാളിനത് നോക്കി. പക്ഷേ അത് വേണ്ടെന്ന് പറയാൻ നാവ് പൊങ്ങിയില്ല. അതെല്ലാവരും എന്നുവെച്ചാൽ എൻ്റെ മനസ്സതാണല്ലോ കുടിക്കുന്നത്, മനസ്സല്ല ശരീരം. അങ്ങനെ ആദ്യം മാഷുമാരെന്നെ ആക്കി, പിന്നെ പ്യൂൺസ്, പിന്നെ ക്ലീനിങ് സ്റ്റാഫ്. അങ്ങനെ ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല പോലെ കിഴിഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഇപ്പം സന്തോഷമായില്ലേ, ഇനി ക്ലാസ്സിൽ പൊക്കോളൂ. ഞാൻ സന്തോഷമായി എൻ്റെ ഭാവത്തിൽ ചിരി കാണിച്ചു. മനസ്സിൽ പറഞ്ഞു, രമ്യ അവന്മാരും കാരണം ഞാനിത് അനുഭവിക്കുന്നത്. ഇനിയുള്ള 6 നാളുകൾ കഴിഞ്ഞാൽ ഈ ജോലി തന്നെ രാജിവെക്കണം. സ്റ്റാഫുമാരെല്ലാവരും വഷളന്മാരാണ്. എനിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഓരോന്നാക്കുമ്പോൾ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഘോരങ്ങന്മാർ. അതിൽ പ്യൂണിൻ്റെ മുഖത്ത് ഇതുവരെ തന്നു. ജോസഫ് മാഷ് ഇതാക്കുമ്പോൾ ഇങ്ങനെ തട്ടി താഴെ. അശോകൻ മാഷ് പുറമേ ഒരു പിടിയും പിടിച്ചു. അങ്ങനെ എല്ലാം വഷളന്മാരാണ്. ഞാൻ അവിടെ നിന്ന് വരാന്തയിൽ കൂടി ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പൈപ്പ് ഒലിക്കുന്ന പോലെ ഒലിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ എൻ്റെ അടുത്തേക്ക് വന്നു. അവരെന്നോട് ചോദിച്ചു, ടീച്ചറെ അടിപൊളി ഇതാണല്ലോ, ടീച്ചറുടെ ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് മാത്രമല്ല ഞങ്ങൾക്ക് കൂടി ടീച്ചർ ക്ലാസ് എടുക്കണം. അത് കേട്ടുണ്ടോ പ്രിൻസിപ്പൽ വന്നത്. പോടാ, ടീച്ചർ ശല്യം ചെയ്യല്ലേ, ആകെ തരുണിമണി ടീച്ചറാണ്. അതിനെ എല്ലാ ക്ലാസ്സിലും ക്ലാസ് എടുക്കാൻ ഞാൻ നാളെ മുതൽ ടൈം ടേബിൾ റെഡിയാക്കാം. എന്നാ മതിയോ? ഇപ്പോൾ ടീച്ചറെ വെറുതെ വിട് മക്കൾ. അത് മതി സാറേ. ഞാൻ അവന്മാരുടെ അടുത്ത് നിന്ന് ക്ലാസ്സിലെത്തി. ഇന്നലെ പോലെ തന്നെ മുജീബും സുമേഷും ഒഴികെ ആരും ഞാൻ ഇങ്ങനെയൊരു ഹിറ്റ് ടൈപ്പ് ഡ്രസ്സാണ് ഇട്ടേക്കുന്നതെന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ദോഷം പറയരുതല്ലോ, അവർ നല്ല ശ്രദ്ധാപൂർവ്വം ക്ലാസ്സിലിരുന്നു. മുജീബും സുമേഷും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ വഷളത്തരങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും എൻ്റെ ഇതൊന്ന് തീർത്തതാ എന്ന് പറയാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ, ഞാനൊരു ടീച്ചറല്ലേ. അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് രമ്യയുടെ കൂടി ബസ്സിൽ തിരിച്ച് വീട്ടിലെത്തി. ബസ്സിൽ വെച്ച് കണ്ടക്ടറിനോട് ചോദിച്ചു, നമ്പർ കിട്ടിയില്ലേ, എന്നെ വിളിക്കുമോ? ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഒരുവിധം ഞാൻ വീട്ടിലെത്തിയ പാടെ അച്ഛൻ എന്നോട് ഒഴിയേണ്ടതെന്നൊരു ചോദ്യം. അച്ഛനും എന്നോട് നല്ലവണ്ണമായിട്ടുണ്ട്. രമ്യ മറുപടി കൊടുത്തത്, തീർച്ചയായും ഒഴിയണം, ഒരാഴ്ച കണ്ടിന്യൂ ആയി ഒഴിയണമെന്നാണ് വൈദ്യുതി പറഞ്ഞിട്ടുള്ളത്. അച്ഛൻ ഊഹിച്ചിലല്ല ചെയ്തത്, അത് ഉണർത്തുന്ന തടവലായിരുന്നു. അങ്ങനെ മുകളത്തതും താഴത്തതും ഒഴികെ എല്ലായിടത്തും ആ മരമിലിൽ പണിയെടുത്ത് തഴമ്പിച്ച കൈ കൊണ്ട് എന്നെ മൊത്തത്തിൽ ഒഴിഞ്ഞു. ഞാൻ ആകെ വശംവദയായി. അച്ഛനെന്നെ നല്ലവണ്ണം ആക്കണം എന്ന ലെവലിൽ അച്ഛനും ഞാനും എത്തുമ്പോൾ രമ്യ ഇടപെടും. മതി ഞങ്ങളെ, ഇന്നത്തേക്ക് ഇത്രയും മതി. അച്ഛൻ എനിക്ക് വീട്ടിലിടാൻ കുറച്ച് ട്രൗസറും ബനിയനൊക്കെ വാങ്ങി തന്നു. അച്ഛനും അങ്ങനെയൊക്കെ കാണാനായിരുന്നു ആഗ്രഹം. ഇത് തന്നെ അടുത്ത 3 ദിവസം തുടർന്ന് വന്നു. ഇമ്മാതിരി ഡ്രസ്സൊക്കെ ഇട്ട് ക്ലാസ്സിൽ നിൽക്കുക, ഓരോന്ന് കാണിക്കുക, ബസ്സിൽ പോവുക, വീട്ടിലതൊക്കെ കാണിച്ച് നല്ല രീതിയിൽ നടക്കുക. മടുത്തു. ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. എന്നെ ആരെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറയുന്ന രീതിയിലായി മാറി ഞാൻ. മെഡിസിൻ കഴിച്ച് കഴിച്ച് നടക്കുമ്പോൾ പിന്നെ പറയേ വേണ്ട, വെള്ളം പോക്ക് തന്നെയാണ്. അങ്ങനെ 6 നാളായി ഞാനെൻ്റെ അമ്മയും ബസ്സിൽ ടൗണിലെത്തി. പതിവ് പോലെ അവൾ മെഡിക്കൽ ഷോപ്പിൽ കയറി. ഞാൻ കോളേജിൽ കയറുമ്പോൾ സുമേഷും മുജീബും മുന്നിൽ വന്നു. എന്നിട്ട് ചീത്ത വിളിച്ചിട്ട് അപ്പം ഞാൻ
എന്താ മോനെ? ഞാൻ അങ്ങനെയായി മാറി. എൻ്റെത് മൂന്ന് നല്ലവണ്ണം പൊട്ടി. എന്താ എവിടെയെന്നൊന്നും ബോധമില്ല. എനിക്കിപ്പോൾ ഒറ്റ വിചാരം മാത്രം, ഏതാ ഈ പരിപാടി അത് തന്നെ. അപ്പോൾ മുജീബന് നീ തയ്യാറായില്ലേ, എന്താ ഈ ഡ്രസ്സ് ഇട്ട് വന്ന്. ഞാൻ ഡ്രസ്സും വാങ്ങി ബാത്റൂമിൽ കയറിയിട്ടു. അതിട്ടിപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാ എനിക്ക് വേണ്ട ഡ്രസ്സ്. ഇനിയൊരു ഇത് മാത്രമല്ല, കുറേ എണ്ണം അവിടേക്കാവണമെന്ന് എനിക്കും അത് തന്നെ അങ്ങനെ തോന്നിത്തുടങ്ങി. വിമൻസ് അങ്ങനെ എന്താ പറയുക, ഓരോ ആ രീതിക്കുള്ള ഡ്രസ്സ് തന്നെ അവരെനിക്ക് ഇടാൻ തരിക. ഇപ്പോൾ ദേ വല പോലുള്ള ഡ്രസ്സ് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അകത്തൊന്ന് ഇല്ലാണ്ട് നല്ലവണ്ണം ഒക്കെ തെളിഞ്ഞ് കാണാം. സാധാരണ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അകത്തിടാറാണല്ലോ. പക്ഷേ എൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ 5 ദിവസമായി ഞാൻ ഒന്നും ഇടാറില്ല. എനിക്കത് വേണ്ടതാനും. എനിക്കിപ്പോൾ ആരെങ്കിലും എന്നെ ഒന്ന് ചെയ്താൽ മതിയെന്നാ. ഞാനങ്ങനെ ക്ലാസ്സിലെത്തി. കഴിഞ്ഞ 5 ദിവസവും എന്നെ മൈൻഡ് ചെയ്യാത്ത എല്ലാ വിദ്യാർത്ഥികളും എന്നെ കണ്ട് സ്വയം അവിടെ കൈ വെച്ച് പോയി തന്നെ പറയാം. അപ്പോൾ മുജീബ് ക്ലാസ്സിന് നാട്ടിൽ നിൽക്കുന്ന എൻ്റെ അടുത്തെടുത്ത് ഭാഗത്തായിട്ട് വന്ന് നിന്നിട്ട് സുമേഷിൻ്റെ വലത് ഭാഗത്ത് വന്ന് നിന്ന് എന്നിട്ട് ക്ലാസ്സിലുള്ള എല്ലാവരോടായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ എന്ന് പറഞ്ഞിട്ട് ഒരു ചീത്ത അല്ലേ ആ വേർഡും പറഞ്ഞിട്ട് ചെയ്യണമെന്നുണ്ടോയെന്ന്. എല്ലാവരും വേണം എന്ന് മുജീബ് പറഞ്ഞു എന്നോടായിട്ട്. നിനക്ക് വേണോ ഞങ്ങളുടേത് എന്നൊരു ചോദ്യം. എനിക്ക് പിന്നെ അതാണല്ലോ വേണ്ടത്. ഞാൻ ആന്നും പറഞ്ഞു. എന്നാൽ ആ ഡ്രസ്സൊക്കെ മാറ്റിയേറി വലിച്ചിരിക്കളേ, എനിക്കിനി മുതൽ ഈ ക്ലാസ്സിൽ ഡ്രസ്സ് വേണ്ട. ഞാൻ അപ്പം തന്നെ ഒക്കെ വലിച്ചെറിഞ്ഞു, ഊരിക്കളഞ്ഞു. ഒരു ടീച്ചറായി ഞാൻ ഒന്നും ഇടാതെ 36 വിദ്യാർത്ഥികളുടെ മുന്നിൽ ഒന്നുമില്ലാണ്ട് നിൽക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി. സുമേഷ് അപ്പോഴത്തേക്ക് ആളുടേത് പുറത്തെടുത്തിട്ടു. എന്നാൽ തുടങ്ങിക്കോ ഐശ്വര്യമായിട്ട്. ഞാനത് കണ്ട സന്തോഷത്തിൽ മുട്ടുകുത്തിയിരുന്ന് അതിങ്ങനെ വായിക്കാത്തോട്ടാക്കി. ആർത്തി കൂടിപ്പോയി. വിദ്യാർത്ഥികളെല്ലാവരും അവരവരുടേതങ്ങ് ഊരിക്കളഞ്ഞു. ഇതൊരു തുടക്കമായിരുന്നു, വെറും തുടക്കം. ഇനിയാ ശരിക്കുള്ള യുദ്ധം. അപ്പോൾ നമുക്ക് യുദ്ധത്തിലേക്ക് അടുത്ത് കടക്കാം. ഓക്കെ, അപ്പോൾ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു കഥയായിട്ട് വേഗം തന്നെ വരാം. പിന്നെ ഇതിൻ്റെ ബാക്കി യുദ്ധം നമുക്ക് വേഗം തന്നെ കേൾക്കാം കേട്ടോ. ബൈ.